നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ശനിയും വ്യാഴവും കഴിഞ്ഞാൽ നവഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതൽ ഗോചരഫലത്തിൽ ഗുണദോഷങ്ങൾ നമുക്കായിട്ട് നൽകുന്ന ഗ്രഹങ്ങളാണ് രാഹുകേതുക്കൾ. ശനി കഴിഞ്ഞാൽ ഏറ്റവും അധികം കാലം ഒരു രാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങളും രാഹുകേതുക്കളാണ്. നിരവധിയായിട്ടുള്ള നക്ഷത്ര ഫലങ്ങളും ഗുണദോഷങ്ങളും എല്ലാം ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോലും രാഹുകേതുക്കൾ ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥയിൽ എന്തെല്ലാം ഫലങ്ങളാണ് അവർ ചെയ്യുന്നത് എന്നുള്ളത് പലർക്കും അറിയാത്ത കാര്യമാണ്. ആ ഒരു വിഷയമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പ്രതിപാദിക്കുന്നത്. രാഹു ഇപ്പോൾ കുംഭം രാശിയിലാണ്, കേതു ഇപ്പോൾ ചിങ്ങം രാശിയിലാണ്. ഇപ്പോൾ നമുക്ക് മിഥുനക്കൂറുകാരുടെ രാഹു കേതുക്കളുടെ ഗോചരസ്ഥിതി മൂലമുള്ള ഫലങ്ങളെ ഒന്ന് പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്നത് മകേരത്തിന്റെ രണ്ടാം പകുതി, തിരുവാതിര, പുണർദത്തിന്റെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് രാഹു 9ാം ഭാവത്തിലാണ്, കേതു ആകട്ടെ 3ലാണ്. പൊതുവിൽ മിഥുനക്കൂറുകാർ രാഹുകേതുക്കൾ നല്ല ഫലങ്ങളാണ് നൽകുക. തർക്കങ്ങളൊക്കെ നയപരമായി ഒത്തുതീർക്കാനുള്ള ശ്രമം നടത്തുക. അകന്നു നിന്ന ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അടുത്തു വരുന്നതാണ്. അത് ഗുണപ്രദമായി ഭവിക്കുന്നതുമാണ്. തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ എന്തു തന്നെയായാലും വളരെയേറെ ആലോചിച്ച് ചെയ്യുക. പുതിയ അവസരങ്ങളൊക്കെ ധാരാളമായി ലഭിക്കുന്നതാണ്, വർദ്ധിക്കുന്നതാണ്. സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. പുതിയ സുഹൃത്തുക്കളുടെയൊക്കെ പിന്തുണ ലഭിക്കുന്നതാണ്. ഏതു തരത്തിലുള്ള വെല്ലുവിളികളെയും അതിജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. ഈശ്വരാധീനവും മനോധൈര്യവും ഒരു തരത്തിലും കൈവിടാതിരിക്കുക. അനുകൂലമായിട്ടുള്ള തൊഴിൽ മാറ്റത്തിന് വഴി തെളിയുന്നതാണ്. വസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകുന്നതാണ്. നിക്ഷേപങ്ങളിൽ നിന്നൊക്കെ നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ്. ആരോഗ്യകാര്യത്തിൽ മിഥുനക്കൂറുകാർ നല്ല ശ്രദ്ധ പുലർത്തുക. പകർച്ചവ്യാധികളെയൊക്കെ കരുതിയിരിക്കുക. അതോടൊപ്പം തന്നെ സൗഹൃദങ്ങളൊക്കെ നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കുകയും ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളും വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.